ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കാനും പ്രപഞ്ചത്തെ നിലനിർത്താനും പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കാനും പ്രപഞ്ചത്തെ സംഹരിക്കാനും എല്ലാത്തിനും നമ്മൾ കരുത്തരായിത്തീരും. യഥാർത്ഥ ആ കരുത്ത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. നമ്മളത് മറന്നുപോയി. അത് മറന്നുപോയത് കൊണ്ടാണ് നമുക്ക് ആ ശേഷി ഇല്ലാതെ പോയത്. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഈ കാണിക്കുന്ന വേലകളെല്ലാം എന്റെ മിടുക്കുകൊണ്ടാണ് എന്ന് സ്വയം അഭിനയിച്ച് നടക്കുന്നു. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന്റെ പേരില് കർമ്മബന്ധനങ്ങൾ ഇഷ്ടംപോലെ വരുന്നു. ഈ കർമ്മബന്ധനങ്ങൾ നമ്മുടെ മനസ്സിനെ മലീമസമാക്കുന്നു. അതിൽ നിന്ന് മോചിച്ചില്ലെങ്കിൽ ഈ അസംഗശസ്ത്രം നമ്മുടെ കൈ കിട്ടില്ല. ഈ അരയാലിനെ മുറിച്ച് അപ്പുറത്തേക്ക് കടക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഈ സംഘം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന നമ്മുടെ ഈ അഹങ്കാരത്തെ, ഞാനാണ് കേമൻ എന്നുള്ള, ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള അഹങ്കാരത്തെ ദൂരീകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കർമ്മയോഗം. ഭഗവാൻ ആദ്യമേ പറഞ്ഞു, ആ കർമ്മയോഗം ചെയ്യുമ്പോൾ എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചു. ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചിട്ട്, ഭഗവാന്റെ തീരുമാനം അനുസരിച്ചിട്ട്, ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഉപകരണങ്ങളായ ഈ കൈകൾ കൊണ്ട് ഇതാ ഭഗവാൻ തന്നെ ചെയ്യുന്നു. ഇതം നമമ, ഇതം നമമ, ഇതെന്റേതല്ല, ഇതെന്റേതല്ല. അപ്പോഴാണത് കർമ്മയോഗമായി തീരുന്നത്. അങ്ങനെ വരുമ്പോഴേക്കും ചിത്തം ശുദ്ധമാകും. അപ്പോഴേക്കും അസംഗം എന്നുള്ള ശസ്ത്രം കയ്യിൽ വരും. അപ്പോഴേക്കും ഈ പ്രപഞ്ചമാകുന്ന അരയാലിനെ ഛേദിച്ചപ്പുറത്തേക്ക് കടക്കാനുമാകും. അപ്പോ ഇതാണ് ഭഗവാൻ ഇവിടെ ഈ വാക്യങ്ങളിൽ കൂടി കാണിക്കുന്ന എല്ലാത്തിലും. ആ വൈശ്വാനരാജ്ഞി പറഞ്ഞിട്ട് അതിൽ നിന്ന് എല്ലാത്തിലും സകല പ്രവൃത്തികളും ചെയ്യുന്നത് ഞാനാണ് എന്ന് നമ്മെ കേൾപ്പിക്കുന്നു. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ, എല്ലാത്തിന്റെയും ഉള്ളിന്റെ ഉള്ളിൽ ഞാനായിരിക്കുന്നു. എല്ലാത്തിന്റെയും ഹൃദയത്തിൽ. ഹൃദയം എന്ന് പറയുമ്പോ ഹാർട്ടല്ല, സൂക്ഷ്മ ശരീരത്തിലെ ഹൃദയവും അല്ല, മനസ്സും അല്ല, ബുദ്ധിയും അല്ല, അഹങ്കാരവും അല്ല, ചിത്തവും അല്ല, അതിനപ്പുറമുള്ളതായ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളും അല്ല, അതിനപ്പുറമുള്ളതായ അഹങ്കാരതത്വവും അല്ല, മഹത്തത്വവും അല്ല, അതിനപ്പുറമുള്ള മൂലപ്രകൃതിയും അല്ല, അതിനും അപ്പുറം ആണ് ഹൃദയം. എല്ലാത്തിന്റെ ഹൃദയത്തിൽ ഞാനിരിക്കുന്നു. നമ്മുടെ എല്ലാ ഹൃദയത്തിൽ അതേ ഇരിക്കുന്നു. ഭഗവാൻ നമ്മോട് പറയാണ്, നമ്മുടെ എല്ലാ ഹൃദയത്തിലും അതേ ഇരിക്കുന്നു. സൂര്യന്റെ ഹൃദയത്തിൽ, പുല്ലിന്റെ ഹൃദയത്തിൽ, പുഴുവിന്റെ ഹൃദയത്തിൽ, മണൽത്തരിയുടെ ഹൃദയത്തിൽ അതേ ഇരിക്കുന്നു. ഞാനിരിക്കുന്നു. സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനം അപോഹനം ച. മത്ത, എന്നിൽ നിന്നിട്ടാണ് ജ്ഞാനം, അറിവ് ഉണ്ടാകുന്നത്. സ്മൃതി എന്നിൽ നിന്നിട്ടാണ് ഉണ്ടാകുന്നത്. ഓർമ്മ എന്നിൽ നിന്നിട്ടുണ്ട്. സ്മൃതി ഓർമ്മ, സ്മൃതി ഓർമ്മ, ഓർമ്മിക്കാനുള്ളതായ ആ സാമർഥ്യം അത് എന്നിൽ നിന്നുണ്ടാകുന്നതാണ്. മത്ത എന്നിൽ നിന്നുണ്ടാകുന്നതാണ്. ജ്ഞാനം, അറിവ് അത് എന്നിൽ നിന്നുണ്ടാകുന്നതാണ്. അപോഹനം, മറക്കാനുള്ള ശേഷി. നമ്മൾ പലതും മറക്കും. മറക്കാൻ സാധിച്ചില്ലെങ്കിൽ മനുഷ്യന് ജീവിക്കാൻ പ്രയാസമാണ്. കടുത്ത ദുഃഖങ്ങൾ വരുമ്പോഴത്തേക്കും മനുഷ്യൻ തകർന്നു പോകും. ആ ദുഃഖം എന്നും നിലനിന്നാലോ കുഴപ്പമാണ്, ജീവിക്കാൻ പറ്റൂല. ക്രമേണ നമുക്ക് തന്നെ ഭഗവാൻ തന്നെ ഈ കഴിവ് തന്നിട്ട് അപോഹനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറക്കുക. അതാണ് മറക്കാനുള്ള കഴിവും ഭഗവാൻ തന്നെ തന്നു. മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച. എന്നിൽ നിന്നിട്ടാണ് സ്മൃതി ഉണ്ടാകുന്നത്, ജ്ഞാനം ഉണ്ടാകുന്നത്, അപോഹനം മറവി ഉണ്ടാകുന്നത്. ഇനിയോ വേദൈശ്ച സർവൈഹി അഹമേവ വേദ്യോ, എല്ലാ വേദങ്ങൾ കൊണ്ടും
അറിയപ്പെടുന്നത് അല്ലെങ്കിൽ അറിയപ്പെടേണ്ടത് ഞാൻ മാത്രമാണ്. ഉപനിഷത്തുകൾ 108 നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉപനിഷത്തുകളെല്ലാം നോക്കുക. അതിൽ ശങ്കരാചാര്യസ്വാമികൾ 10 ഭാഷ്യം എഴുതിയിട്ടുണ്ട്. അത് നോക്കുക. ആദ്യം ഈശം എടുത്ത് പഠിക്കുക. അത് പഠിച്ച ആളുകളാണ് ഈ ഇരിക്കുന്നത്. അത് ഈശാവാസ്യം പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കിക്കൊള്ളുക. അപ്പോ ഈശാവാസ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആ തത്വം തന്നെയാണ് വേറെ പ്രകാരത്തിൽ ഓരോ ഉപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാ വേദങ്ങളും എല്ലാ ഉപനിഷത്തുകളും ഭഗവാനാ ചൊല്ലുന്നത്. ഈശാവാസ്യം അതിൽ ആദ്യ മന്ത്രം കൊണ്ട് തന്നെ ഈശാവാസ്യം ഇതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്ത് എന്നുള്ള ആദ്യ മന്ത്രം കൊണ്ട് തന്നെ ഭഗവത് തത്വമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിൽ ചലിക്കുന്നതായിട്ടും ചലിക്കാത്തതായിട്ടും എന്തൊക്കെ കാണപ്പെടുന്നു അതെല്ലാം ഈശനാൽ അകവും പുറവും നിറഞ്ഞിരിക്കുന്നു. എല്ലാത്തിനും ഞാൻ നിറഞ്ഞിരിക്കുന്നു എന്ന് ഭഗവാൻ ഈ പറഞ്ഞ കാര്യം അവിടെ കേൾക്കാം. ഇത് തന്നെയാണ് മറ്റെല്ലാ ഉപനിഷത്തിലും കേരളത്തിലും കടത്തിലും പ്രശ്നത്തിലും മുണ്ടകത്തിലും മാണ്ഡൂക്യത്തിലും എല്ലാത്തിലും ഇത് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എല്ലാ വേദങ്ങൾ കൊണ്ടും എന്നിലാണ് ചേരേണ്ടത്. ആ വേദങ്ങളുടെ ആദ്യ ഭാഗം, അവസാന ഭാഗത്താണ് ഉപനിഷത്ത് വരുന്നത്. ആദ്യ ഭാഗം അത് മന്ത്രഭാഗമാണ്. ആ മന്ത്രഭാഗങ്ങളിലെ ഓരോ മന്ത്രം കൊണ്ടും നമ്മൾ അർത്ഥമാക്കേണ്ടത് പഠിക്കേണ്ടത് പരമാത്മാവിനെയാണ്. ആ മന്ത്രങ്ങൾ കൊണ്ട് യജ്ഞങ്ങൾ ചെയ്യാം. ആ യജ്ഞങ്ങൾ ചെയ്യുമ്പോഴും ആ യജ്ഞങ്ങളുടെ പരമഫലമായിട്ട് ആഗ്രഹിക്കേണ്ടത് ലക്ഷ്യമാക്കേണ്ടത് പരമാത്മാനുഭവമാണ്. അങ്ങനെ വേദത്തിലെ മന്ത്രഭാഗമായാലും ആരണ്യകമായാലും ബ്രാഹ്മണമായാലും ഉപനിഷത്തായാലും ഓരോ മന്ത്രവും ചെന്നെത്തുന്നത് പരമാത്മാവിലാണ്. ആ മന്ത്രങ്ങളെ പഠിക്കേണ്ടത് ആ പ്രകാരത്തിലാണ്, മനസ്സിലാക്കേണ്ടത് ആ പ്രകാരത്തിലാണ്, അതേപോലെ തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ആ പ്രകാരത്തിലാണ്, അതിനെ പ്രയോഗിക്കേണ്ടതും ആ പ്രകാരത്തിലാണ്. അതല്ലാതെ ഉപനിഷത്ത് ഒഴികെയുള്ള മന്ത്രഭാഗങ്ങളെ പല രീതിയിൽ പല ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പലരും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് പരമഫലമായിരിക്കുന്ന ഭഗവത് സായുജ്യം കിട്ടില്ല. ബന്ധനങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കും. ബന്ധനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വരും. ആ മന്ത്രങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭൗതിക മണ്ഡലത്തില് ഉപയോഗിക്കാൻ, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് ഏത് മന്ത്രവും അത് ഉപയോഗിക്കാം. അതുകൊണ്ട് ബന്ധനം ഉണ്ടാവില്ല. അത് കർമ്മയോഗമാണ്. എന്നാൽ ലോക നന്മയ്ക്ക് വേണ്ടി അല്ലാതെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി യുദ്ധവിജയം ഉണ്ടാകാൻ പൂജ നടത്തുന്നു. രാവണൻ പൂജ നടത്തിയല്ലോ. അതേപോലെ തന്നെ ഇന്ദ്രജിത്ത് പൂജ നടത്തിയല്ലോ. നികുംഭിലേക്ക് ചെന്നിരുന്നിട്ട് അത് മുഴുക്കില്ല. ജരാസന്ധൻ പൂജ നടത്തിയല്ലോ. യുദ്ധവിജയത്തിന് വേണ്ടിയിട്ട് 20,000 രാജാക്കന്മാരെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഈ യജ്ഞം പൂർണ്ണമാകുമ്പോഴേക്കും ബലി കൊടുക്കാൻ കാരാഗ്രഹത്തിലിട്ട്. പൂർണ്ണമായോ? ഇല്ല. എന്നാൽ ഭഗവാനെ അങ്ങ് വന്നിരുന്ന് എനിക്ക് രാജസൂയം നടത്തി തരണമെന്ന് യുധിഷ്ഠിരൻ അഭ്യർത്ഥിച്ചു. ഭഗവാൻ വന്നു. അഭ്യർത്ഥിക്കാൻ ദൂതനായി പോയതുപോലും നാരദൻ. ഭഗവാൻ വന്നു, യജ്ഞം നടത്തി കൊടുത്തു, വിജയിച്ചു. യജ്ഞം അതിന്റെ പൂർണ്ണതയിലെത്തി. കാരണം യജ്ഞത്തിലൂടെ അറിയേണ്ടത് ഭഗവാനെയാണ്. യജ്ഞം ചെയ്യുന്നത് ഭഗവാനാകണം. യജ്ഞത്തിന്റെ അധിപതി ഭഗവാനാകണം. ആ യജ്ഞം കൊണ്ട് എത്തിച്ചേരേണ്ടതും ഭഗവാനിലാകണം. അതാണ് വേദേശ്ച സർവൈ അഹമേവ വേദ്യോ. മുഴുവൻ വേദങ്ങൾ കൊണ്ടും അറിയേണ്ടത് എന്നെയാണ്. വേദാന്തകൃത്, വേദത്തിന്റെ പരമമായിരിക്കുന്ന ജ്ഞാനം അത് ബ്രഹ്മജ്ഞാനാണ്. അതിനെ സൃഷ്ടിക്കുന്നത് ഞാനാണ്. ആ വേദാന്തത്തെ, ആ ബ്രഹ്മജ്ഞാനത്തെ അത് പകരുന്നത് ഞാനാണ്. ആ ബ്രഹ്മജ്ഞാനം ഞാൻ തന്നെയാണ്. ഏതൊരു ഉപനിഷത്തിലൂടി പോയാലും, ഏതൊരു മന്ത്രഭാഗത്തിൽ കൂടി പോയാലും, ഏത് ഇതിഹാസത്തിലൂടി പോയാലും, ഏത് പുരാണത്തിൽ കൂടി പോയാലും നമുക്ക് പരമമായിട്ട് എത്തിച്ചേരേണ്ടത് പരമാത്മാനുഭവമാണ്. അതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും അന്തം, വേദത്തിന്റെ അന്തം, വേദാന്തം. സകല ഉപനിഷൽ കഥകളും വേദാന്തത്തിൽ എത്തിക്കും. ഉപനിഷത്തിലെ മന്ത്രങ്ങൾ വഴി വേദാന്തത്തിലെത്തിക്കും. രാമായണം വേദാന്തത്തിലാണ് നിൽക്കുന്നത്. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളിൽ ഓരോ ശ്ലോകവും വേദാന്തത്തിലാണ് നിൽക്കുന്നത്. മഹാഭാരതത്തിലെ 1,00,000 ശ്ലോകങ്ങളിൽ ഓരോ ശ്ലോകവും വേദാന്തത്തിലാണ് നിൽക്കുന്നത്. അതിലെ 700 ശ്ലോകങ്ങളാണ്, ഭീഷ്മപർവ്വത്തിലെ 700 ശ്ലോകങ്ങളാണ് നമ്മളിപ്പോ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഉച്ചയ്ക്ക് ശേഷം അതിലെ 20 ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിലൂടെ ലഭിക്കേണ്ടത് ഭഗവാനാണ്. ഭഗവാനെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കണം. അതാണ് എല്ലാ അറിവിന്റെയും പരകാഷ്ഠ വേദാന്തം.
ആ വേദാന്തത്തെ പകരുന്നത് ഞാനാണ്. അതേപോലെ തന്നെ വേദവിദേവചാഹം, വേദത്തെ അറിഞ്ഞവൻ, പരമാത്മാവിനെ അറിഞ്ഞവൻ ഞാൻ തന്നെയാണ്. നമ്മൾ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, സാധനകളിലൂടെ അഹം ബ്രഹ്മാസ്മി എന്ന് അനുഭവിച്ചാൽ ആ സമയത്ത് നാം ബ്രഹ്മം തന്നെയാണ്, പരമാത്മാവ് തന്നെയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴും പരമാത്മാവ് തന്നെയാണ്, ഒരു കുറവുമില്ല. പക്ഷെ നമ്മളത് അറിയുന്നില്ല, മറന്നുപോയി, അത്രയേ ഉള്ളൂ. ആ മറവി തീർക്കലാണ്. ആ മറവി തീർക്കാൻ സാധനങ്ങൾ അനുഷ്ഠിച്ച് പൂർണ്ണതയിൽ എത്തുമ്പോഴേക്കും പിന്നെ പരമാത്മാവിൽ നിന്നിട്ട് വേറിട്ടൊരു ഞാനല്ല, ഞാൻ അഹം ബ്രഹ്മാസ്മി, ഞാൻ പരമാത്മാവ് തന്നെയാകുന്നു. അതാണ് വേദവിത്ത് ഞാൻ തന്നെയാണ്, പരമാത്മാവിനെ അറിഞ്ഞവനും ഞാൻ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. ഇനി ആ ഞാൻ ഒരാളേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം. ആ ഞാനിനെ നമുക്ക് മനസ്സിലാക്കാൻ പാകത്തിന് മൂന്നായിട്ട് കാണിച്ചു തരികയാണ്. കാരണം നമ്മൾ ഈ ലോകത്തിലിരിക്കുക, ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കുക, അതുകൊണ്ട് മൂന്നായിട്ട് കാണിച്ചു തരികയാണ്. ഈ ലോകത്തിൽ രണ്ട് ആയിട്ടും ഈ ലോകത്തിന് അതീതമായിട്ട് ഒന്നായിട്ടും, അങ്ങനെ മൂന്ന് ആയിട്ട് കാണിച്ചു തരികയാണ്. ആ ഞാൻ ആരെന്നറിയോ? ആ ഞാനിനുള്ള പേരാണ് തുടക്കത്തിലേ പറഞ്ഞു, പുരുഷൻ. പുരുഷൻ, പുരത്തിലിരിക്കുന്നവൻ, പട്ടണത്തിലിരിക്കുന്നവൻ. അങ്ങനെ മൂന്ന് പുരുഷന്മാർ, രണ്ട് പുരുഷന്മാരായിട്ട് ലോകത്തിലും ഒരു പുരുഷനായിട്ട് ലോകാതീത തലത്തിലും. അങ്ങനെ ലോകാതീതമായി ലോകത്തിലും ലോകത്തിന് വെളിയിലും നിറഞ്ഞു നിൽക്കുന്ന പുരുഷനാണ് ഒന്ന് മാത്രം. ആ പുരുഷനാണ് പരമം, അതാണ് പുരുഷോത്തമൻ. ആ പുരുഷോത്തമനെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഇപ്പൊ അറിയുന്ന തലത്തിൽ നിന്ന് തുടങ്ങണം. ഈ അറിയുന്ന തലം ലോകത്തിന്റെ തലമാണ്. ഈ തലത്തില് രണ്ട് പുരുഷന്മാരുണ്ട്, ക്ഷരപുരുഷനും അക്ഷരപുരുഷൻ. ക്ഷരപുരുഷനെ നമുക്കറിയാം, ഞാൻ 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 ഞാനെന്ന് നമ്മൾ എല്ലാവരും എല്ലാ നിമിഷത്തിലും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ക്ഷരനെ നമുക്ക് നന്നായി അറിയാം. അക്ഷരപുരുഷനെ അറിയണമെങ്കിൽ മഹാഗ്രന്ഥങ്ങൾക്കുള്ളിൽ ചെല്ലണം. ഭഗവത്ഗീതയിലോ രാമായണത്തിലോ മഹാഭാരതത്തിലോ ഉപനിഷത്തിലോ ഒക്കെ ചെല്ലണം. എന്നിട്ട് ഒരു ഗുരുവിന്റെ അടുത്തിരുന്ന് അത് പഠിക്കണം. എങ്കിൽ അക്ഷരപുരുഷനെ മനസ്സിലാക്കും. അക്ഷരപുരുഷനെ മനസ്സിലായി കഴിഞ്ഞാൽ പുരുഷോത്തമനും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് വരും. അങ്ങനെ ക്ഷരപുരുഷനെ നമുക്ക് ആദ്യം പരിചയപ്പെടുത്തി തന്ന് അതിലൂടെ അക്ഷരപുരുഷനെ കാണിച്ചു തന്നിട്ട് പുരുഷോത്തമനെയും കാണിക്കുക. പുരുഷൻ ഒന്നേ ഉള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ സൗകര്യത്തിന് നമ്മൾ പരിമിതിയിൽപ്പെട്ട് നിൽക്കുന്നതാകൊണ്ട് മൂന്നായി കാണിച്ചു തന്നു. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവച. ലോകേ, ലോകത്തിൽ ഇമൗ ദ്വൗ പുരുഷൗ, ഈ പറയുന്ന രണ്ട് പുരുഷന്മാരാണ് ലോകത്ത്. ആരൊക്കെയാണ്? ക്ഷരശ്ച അക്ഷര ഏവച, ക്ഷരപുരുഷനും അക്ഷരപുരുഷൻ. ഇങ്ങനെ രണ്ട് പുരുഷന്മാരാണ് ലോകത്തിലുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ ആദ്യം അതേ സാധിക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യമേ അത് പറഞ്ഞു തരുന്നു. ആദ്യം പുരുഷോത്തമനെ പറയാതെ ക്ഷരപുരുഷനെ ആദ്യം പറഞ്ഞു. നമുക്ക് ഏറ്റവും പരിചയമുള്ള നാം തന്നെയായ ക്ഷരപുരുഷൻ പറഞ്ഞു തന്നു. ഏറ്റവും സമർത്ഥനായിട്ടുള്ള അധ്യാപകനാണ് കൃഷ്ണൻ. അതുപോലെ അധ്യാപകനെ ഈ ലോകത്ത് കിട്ടില്ല. അതാണ് അദ്ദേഹം അതിന്റെ തന്ത്രങ്ങളെല്ലാം ഓരോ ശ്ലോകത്തിലും പ്രയോഗിക്കുന്നുണ്ട്.